പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നാണ് പഠിക്കുന്നത്. എക്സൽ യൂസ് ചെയ്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാൾ മുൻപ് ഇതിന്റെ ബാക്കിലുള്ള തിയറി നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ എക്സലോ അതുപോലെയുള്ള ഒരു ആപ്ലിക്കേഷനും യൂസ് ചെയ്യാതെ നോർമൽ കാൽക്കുലേറ്റർ മാത്രം യൂസ് ചെയ്ത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ഞാനൊന്ന് റിവൈസ് ചെയ്യാണ്. അപ്പോൾ ഡേറ്റ തന്നിരിക്കുന്ന ഇതാണ്, എക്സും എഫും. എക്സ് വാല്യൂസും തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ രണ്ട് പാരാമീറ്റേഴ്സ് ആണ് നമുക്കുള്ളത്, എന്നും പിയും. ആ എന്നും പിയും ഐഡന്റിഫൈ ചെയ്ത് തിയറട്ടിക്കൽ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത് വരെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് സ്മോൾ എന്നിന്റെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് 5 ആണ്. അതായത് എക്സിന്റെ മാക്സിമം വാല്യൂ ആണ് നമ്മൾ സ്മോൾ എൻ ആയിട്ട് എടുക്കുന്നത്. പക്ഷെ പി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എക്സ് ബാർ ബൈ എൻ എന്ന ഫോമുല യൂസ് ചെയ്തുകൊണ്ടാണ്. എക്സ് ബാർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സിഗ്മ എക്സ് ഐ എഫ് ഐ ബൈ ക്യാപിറ്റൽ എൻ ഡിവൈഡഡ് ബൈ സ്മോൾ എൻ. അതാണ് പിയുടെ വാല്യൂ. അപ്പോൾ പി ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്രയും ഇക്വേഷനിലുള്ള ഇത്രയും ടേംസ് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് എക്സ് ഐ എഫ് ഐ, അതായത് ഓരോ എക്സ് ഐയെയും എഫ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പൊ 0 × 10, 1 × 20 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എഴുതുക. അതിന്റെ സം കണ്ടുപിടിക്കുക. ആ സമ്മിനെ ക്യാപിറ്റൽ എൻ കൊണ്ട്, ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസികളുടെ സം, അതാണ് ക്യാപിറ്റൽ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എക്സ് ബാർ കിട്ടുക. ആ എക്സ് ബാറിനെ വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് പിയുടെ വാല്യൂ കിട്ടുക. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ് ഒക്കെ നമുക്ക് എക്സലിൽ വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എന്നും പിയും ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തിയറട്ടിക്കൽ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ വേണം. അപ്പോൾ എഫ് ഓഫ് എക്സ് നമ്മൾ നോർമലി ചെയ്യുന്നത് എങ്ങനെയാണ്? കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് എൻ സി എക്സ് പി റൈസ് ടു എക്സ് 1 മൈനസ് പി റൈസ് ടു എൻ മൈനസ് എക്സ് എന്ന ഫോമുല യൂസ് ചെയ്തുകൊണ്ട് എഫ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷെ എക്സലിൽ നമുക്ക് അതിന് ബൈനോം ഡിസ്റ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് എളുപ്പത്തിൽ നമുക്ക് ഈ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അവിടെയാണ് എക്സലിന്റെ ഹെൽപ്പ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കൂടാതെ എഫ് ഓഫ് എക്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തിയറട്ടിക്കൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? ക്യാപിറ്റൽ എൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നൊരു കോളം കൂടി പ്രിപ്പയർ ചെയ്യും. അതായത് ക്യാപിറ്റൽ എന്നിന്റെ വാല്യൂ കൊണ്ട് ഈ ഓരോ എഫ് ഓഫ് എക്സിനെയും മൾട്ടിപ്ലൈ ചെയ്ത് താഴേക്ക് എഴുതും. തിയറട്ടിക്കൽ ഫ്രീക്വൻസി അപ്പോഴും ആയിട്ടില്ല. തിയറട്ടിക്കൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ചെയ്യുന്നത് ഈ ക്യാപിറ്റൽ എൻ ഇൻറ്റു എഫ് ഓഫ് എക്സിനെ റൗണ്ട് ചെയ്ത് നമ്മൾ എഴുതും. റൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ സ്മോൾ എഫ് ആയിട്ട് അടുത്തും വരണം, ഡെസിമൽ പോയിന്റ് ഒന്നും ഇല്ലാത്ത ഇൻഡിജർ വാല്യൂസ് ആക്കി ക്യാപിറ്റൽ എൻ ഇൻറ്റു എഫ് ഓഫ് എക്സിനെ മാറ്റി എഴുതുന്നതാണ് തിയറട്ടിക്കൽ ഫ്രീക്വൻസി. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഫിറ്റിംഗ് എന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ഇനി ഇത് എങ്ങനെയാണ് എക്സൽ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ. അപ്പം നമുക്ക് വേണ്ടത് ആദ്യം എന്നിന്റെ വാല്യൂ ഡേറ്റയിൽ നിന്ന് തന്നെ നമുക്ക് എടുത്തെഴുതാൻ പറ്റും. n is equal to 5. ഇനി നമുക്ക് വേണ്ടത് മീൻ ആണ്, എക്സ് ബാർ ആണ്. എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സിഗ്മ എക്സ് എഫും സിഗ്മ എഫും വേണം. അതിന് നമുക്ക് എക്സും എഫും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തൊരു കോളം വേണം. പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് എക്സും എഫും മൾട്ടിപ്ലൈ ചെയ്താണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ എക്സിന്റെ ആദ്യത്തെ വാല്യൂ ആയ 0 അതിന്റെ സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. സ്റ്റാർ എഫിന്റെ ആദ്യത്തെ വാല്യൂ ആയ 10 അതിന്റെയും സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. സെല്ല് സെലക്ട് ചെയ്ത് കൊടുത്താലേ ഈ ഡ്രാഗിങ് കൊണ്ട് പ്രയോജനമുള്ളൂ, അതല്ലാതെ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, എക്സും എഫും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടി. ഇനി നമുക്ക് എക്സ് എഫിന്റെ സമ്മും എഫിന്റെ സമ്മും വേണം. എക്സ് എഫിന്റെ സം കിട്ടാൻ ആ കോളത്തിലെ ഏറ്റവും താഴത്തെ സെല്ല് സെലക്ട് ചെയ്യുക. ഇവിടെ ഓട്ടോ സം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കോളത്തിലെ സം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. എൻ്റർ അടിക്കുക. അപ്പോൾ ആ കോളത്തിന്റെ സം കിട്ടിക്കഴിയും. എഫിന്റെ സം കിട്ടണമെങ്കിൽ ആ കോളത്തിന്റെ ഏറ്റവും താഴത്തെ സെല്ലിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക, ഓട്ടോ സം, എൻ്റർ. അപ്പോൾ അതിന്റെ സമ്മും കിട്ടിക്കഴിഞ്ഞു. അപ്പം മീനിന്റെ വാല്യൂ നമുക്കറിയാം, സിഗ്മ എക്സ് എഫ് ബൈ സിഗ്മ എഫ് ആണ്. അപ്പോൾ സിഗ്മ എക്സ് എഫ് 225 ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ 100. അപ്പോൾ മീനിന്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. മീനും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പി വാല്യൂ ആണ് വേണ്ടത്. പി വാല്യൂ മീനിനെ സ്മോൾ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മീൻ 2.25 ഡിവൈഡഡ് ബൈ സ്മോൾ എൻ 5 ആണ്. അപ്പോൾ പിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക്
തിയറട്ടിക്കൽ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ എഫ് ഓഫ് എക്സ് വേണം. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ നമുക്കിവിടെ ബൈനോം ഡിസ്റ്റ് വെച്ച് വേഗം കണ്ടുപിടിക്കാം. ഈക്വൽ സൈൻ അടിക്കുക. ബൈനോം ഡിസ്റ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ബൈനോം ഡിസ്റ്റിൽ നമ്പേഴ്സ് എന്നുള്ളിടത്ത് എക്സിന്റെ ആദ്യത്തെ വാല്യൂയുടെ സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുക. 0 എന്ന് അടിച്ചു കൊടുക്കരുത്, സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുക. ട്രയൽസ് എന്നുള്ളിടത്ത് എന്നിന്റെ വാല്യൂ അത് പക്ഷേ ടൈപ്പ് ചെയ്തേ കൊടുക്കാൻ പാടുള്ളൂ. 5, പ്രോബബിലിറ്റി വാല്യൂ, അതായത് പി വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. പി 0.45 ആണ്. അതും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം ടൈപ്പ് ചെയ്ത് കൊടുത്തില്ലെങ്കിലുള്ള പ്രശ്നം, നിങ്ങളുടെ ഡ്രാഗിങ് യൂസ് ചെയ്തിട്ടാണ് എഫ് ഓഫ് എക്സിന്റെ താഴത്തെ സെല്ലിലേക്കുള്ള വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 5ന്റെ സെല്ല് S5 എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ അടുത്ത സെല്ലിൽ ഈ പറഞ്ഞ ബൈനോം ഡിസ്റ്റിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ താഴെയുള്ള S6ലെ വാല്യൂ യൂസ് ചെയ്ത് എക്സൽ കാൽക്കുലേറ്റ് ചെയ്യും. അത് ഒഴിവാക്കാനാണ് 5ഉം 0.45ഉം കോൺസ്റ്റന്റ് വാല്യൂസ് ആയതുകൊണ്ടാണ് അത് അടിച്ചു കൊടുക്കുന്നത്. അതേസമയം D4 നമ്മൾ ഇവിടെ അടിച്ചു കൊടുത്തത് മാറ്റമുള്ള വാല്യൂ ആണ്. അടുത്ത സെല്ലിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 എടുത്ത് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അതിനാണ് അതിന്റെ സെൽ അഡ്രസ് അടിച്ചു കൊടുത്തത്. ഓക്കെ, നൗ ക്യുമുലേറ്റീവ് എന്നുള്ളിടത്ത് ഫോൾസ്. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ് വേണ്ടത് എന്നുള്ളത് കൊണ്ട് ഫോൾസ്. ഇനി താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ താഴെ വരെ ഈ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കിട്ടും. ഇനി നമ്മൾ ചെയ്യുന്നത് ക്യാപിറ്റൽ N ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. ക്യാപിറ്റൽ N കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ ഈക്വൽ സൈൻ അടിക്കുക. 100 ആണ് ക്യാപിറ്റൽ N. 100 സ്റ്റാർ എഫ് ഓഫ് എക്സിന്റെ സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈക്വൽ സൈൻ അടിക്കുക. ഇനി ഡ്രാഗ് ചെയ്താൽ താഴേക്ക് ക്യാപിറ്റൽ N ഇൻറ്റു എഫ് എക്സ് കിട്ടും. ഇനി നിങ്ങൾ ചെയ്യുന്നത് എന്താ? തിയറട്ടിക്കൽ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ TF, തിയറട്ടിക്കൽ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ N ഇൻറ്റു എഫ് ഓഫ് എക്സിനെ റൗണ്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയും നമ്മൾ റൗണ്ട് എന്ന ഫംഗ്ഷൻ തന്നെയാണ് അതിന് യൂസ് ചെയ്യുന്നത്. റൗണ്ട്. അപ്പോൾ അവർ ചോദിക്കും ഏത് നമ്പറിനെയാണ് റൗണ്ട് ചെയ്യേണ്ടത്? 5.03 എന്നുള്ള നമ്പറിനെയാണ് റൗണ്ട് ചെയ്യേണ്ടത്. അതിന്റെ സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി എത്ര നമ്പർ ഓഫ് ഡിജിറ്റ്സ് അല്ലെങ്കിൽ ഡെസിമൽ നമ്പർ വേണം? നമുക്ക് ഇൻഡിജർ ആയിട്ടാണ് ആൻസർ കിട്ടേണ്ടത്. അതുകൊണ്ട് ഡെസിമൽ നമ്പറിന്റെ വാല്യൂ അല്ലെങ്കിൽ ഡെസിമൽ നമ്പറിന്റെ എണ്ണം 0 ആയിരിക്കണം. അതുകൊണ്ട് അതും കൊടുത്തു. അപ്പോൾ 5.03 അവർ 5 ആയിട്ട് റൗണ്ട് ചെയ്തു. ഇനി താഴേക്ക് ഇതേ പ്രോസസ്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന തിയറട്ടിക്കൽ ഫ്രീക്വൻസി. ആക്ച്വൽ